നമസ്കാരം പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ ശ്യാം സുന്ദർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇളയ ദളപതി ശ്രീ വിജയ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന വിവരം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലത്തെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെയും അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു സന്ദേശം അദ്ദേഹം പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്നലെ അദ്ദേഹത്തെ ഫോളോ ചെയ്തത്. അതൊരു അത്ഭുതം തന്നെയാണ്. ഒരുപക്ഷെ ശ്രീ നരേന്ദ്രമോദിക്ക് ശേഷം ഇത്രയും സോഷ്യൽ മീഡിയയിലൂടെ ജനപിന്തുണ ഒരു ദിവസം കൊണ്ട് കിട്ടിയത് ഒരുപക്ഷെ ശ്രീ വിജയ്ക്ക് ആയിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ പാവപ്പെട്ട ആളുകളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാനും സ്നേഹിക്കാനും കൂട്ടിപ്പിടിക്കാനും വേണ്ടിയുള്ളൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ജനങ്ങളുടെ, പ്രത്യേകിച്ച് ആരാധകരുടെ പിന്തുണ അദ്ദേഹം തേടിയിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം, തമിഴകത്തിലുള്ള വെട്രിക്കഴകം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു രാഷ്ട്രീയ പാർട്ടി തീർച്ചയായിട്ടും അത് തമിഴകത്തിൽ മാത്രമല്ല മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പ്രചരിക്കുകയും അവിടെയെല്ലാം തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലൊരു മൂന്നാം മുന്നണി വേണം. ഒരുപക്ഷെ കേരളത്തിലെ മൂന്നാം മുന്നണി വിജയിയുടെ ആരാധകരായ നമ്മുടെ കേരളീയരായ മലയാളികളുടെ വക സംഭാവന ഉണ്ടായിരിക്കും. ഇവിടെ കേരളത്തിൽ ഒരുപക്ഷെ വിജയിയുടെ മുന്നണി ഇവിടെ സ്വാധീനം ചെലുത്തപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും കേരള നിയമസഭയിലും ഒരുപക്ഷെ വിജയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായി ഇവിടെയും ജനപ്രതിനിധികൾ ഉണ്ടായേക്കാം. അത്രയ്ക്ക് ജനപിന്തുണയാണ് ശ്രീ വിജയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പൂര് അവിടെ ശാന്തി എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഒരു ബനിയൻ കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്നു ഒരു സമയത്ത് ഞാൻ. അന്നൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗവുമായിട്ടാണ് ശ്രീ വിജയ് അതുവഴി വന്നതും അവിടെ കണ്ടതും. അങ്ങനെ നമ്മുടെ ഈ ഒരു ബനിയൻ കമ്പനിയിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ആ സമയത്താണ് അദ്ദേഹം എനിക്ക് കൈ തന്ന് എന്നാ പേരെന്താ ചോദിച്ചു, എവിടെയാണ് സ്ഥലം ചോദിച്ചു, ഇത്രമാത്രം. ആ രണ്ട് വാക്ക്, ഒരു കൈ കൊടുക്കൽ മാത്രമാണ് ശ്രീ വിജയുമായുള്ള എൻ്റെ ആകെയുള്ള ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം. ഈ രാഷ്ട്രീയ പ്രവേശനം ഒരുപക്ഷെ അതൊരു തമിഴകത്തിലെ ഒരു കോളിളക്കം തന്നെയായിരിക്കാം. കാരണം MGRന് ശേഷം അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷമുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ നടന്മാർ രാഷ്ട്രീയത്തിൽ വന്നുവെങ്കിലും ആരും അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിച്ചിട്ടില്ല. കരുണാനിധി ആവട്ടെ, അല്ലെങ്കിൽ ഇതാ ഉദയനിധിമാരൻ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് വ്യക്തിവിരോധം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അമർഷമുണ്ടാവും. കാരണം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ കുഴിച്ചു മൂടാൻ നടക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് അത്രേ ഈ ഉദയനിധിമാരൻ. അപ്പോൾ ഇയാളെപ്പോലുള്ള ആ ചിന്താഗതി, ആശയവും ആർക്കും ഒരു തരത്തിലും നമ്മൾക്ക് ഭാരതീയൻ എന്ന രീതിയിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സംഭവമാണ്. കാരണം ഭാരതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ, ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ സനാതന ധർമ്മമാണ്. ഈ സനാതന ധർമ്മം എന്താണെന്ന് ആദ്യം അവൻ പോയി പഠിച്ചിട്ട് വരണം. അവൻ സിനിമ ലോകത്തിൽ സത്യത്തിൽ പരാജയം തന്നെയായിരുന്നു. ഉദയനിധിമാരൻ്റെ പടങ്ങൾ കണ്ടവർക്കറിയാം, അതിൽ കാര്യമായിട്ട് ഒരു കഥയുമില്ല, അയാളുടെ അഭിനയവും പോരാ. എന്നാൽ ശ്രീ വിജയുടെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം നമ്മൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അയാളുടെ പല സിനിമകളിലും അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള 2-3 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ ഇപ്പോൾ ഉള്ളൂ. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്നിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള NDA സർക്കാരിനെ വിമർശിക്കുകയും അതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ഒരു പ്രവൃത്തിയുണ്ട്. കാരണം ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവല്ല,
എങ്കിലും നന്മ ചെയ്യുമ്പോൾ ദേശസ്നേഹം, രാജ്യസ്നേഹം ആര് കാണിച്ചാലും അതിനെ അനുകൂലിക്കുക തന്നെ വേണം. അത് ഏത് മതസ്ഥനായാലും ശരി, ഏത് രാഷ്ട്രീയമായാലും ശരി. അതിനെ ഒരു നക്കാപ്പിച്ച 4 വോട്ടിന് വേണ്ടിയിട്ട് അതിനെ ബലി കഴിപ്പിക്കാൻ പാടില്ല. കാരണം നന്മ ചെയ്യുന്നവർ ആരായാലും ശരി, അവരുടെ പക്ഷം നിന്നുകൊണ്ട് വേണം നമ്മൾക്ക് സംസാരിക്കാനും നിൽക്കാനും. അതിന് ആരുടെയും ഔദാര്യമോ ഒരാളെ ഭയക്കേണ്ട കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രീ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം നമ്മൾക്ക് സത്യത്തിൽ അതൊരു ആഘോഷിക്കുക തന്നെ വേണം. കാരണം അയാൾ പാവപ്പെട്ട ജനങ്ങളെ, പ്രത്യേകിച്ച് തമിഴകത്തിലെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള അഭിനയങ്ങളും ജീവിതവും എല്ലാം നമ്മൾ കണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലുള്ള പോലെ തന്നെ, അഭിനയം പോലെ തന്നെയാണ് ജീവിതവും ജീവിത രീതിയും. കാരണം ഇത്രയും ആരാധകരുള്ള അദ്ദേഹം ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പോസ്റ്റുകളും എല്ലാം പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് മില്യൺ കണക്കിനാണ് ആളുകൾ, ശരിക്കും അത്രയും ജനങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. കാരണം കമലഹാസനാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും അറിവും അതുപോലെ കഴിവുമുള്ള ഒരു നടൻ, വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് പോലും ശോഭിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതുപോലെ തന്നെ തമിഴകത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് ശ്രീ രജനീകാന്ത് ആണ്. രജനീകാന്ത് എന്ന് പറയുന്ന ആ മഹാനടൻ കഴിഞ്ഞാൽ അടുത്തത് ആരെന്ന് ചോദിച്ചാൽ മറ്റു ഒരു സംശയവും വേണ്ട, അത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീ വിജയ് തന്നെയാണ്. വിജയ് ജോസഫ്, അതിൽ ഒരു തർക്കവും വേണ്ട ആർക്കും. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 2 പടം, ആ 2 പടത്തോടു കൂടി അദ്ദേഹം സിനിമ അഭിനയം തന്നെ നിർത്തി. അദ്ദേഹം പൂർണ്ണമായും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്ന് വെച്ചാൽ അടുത്ത MGR ആവാനുള്ള തയ്യാറെടുപ്പാണെന്നർത്ഥം. ഇത് സത്യത്തിൽ ശ്രീ രജനീകാന്തിൽ നിന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം സത്യത്തിൽ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും അത് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നായിരുന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക അസ്വസ്ഥത കാരണം അദ്ദേഹം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ജനകോടികളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ, കോടിക്കണക്കിന് ആളുകൾക്ക് നിരാശ തന്നെയായിരുന്നു രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വരില്ല എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട്. വിജയ് ഇനി മുതൽ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആരാധകരായ ആളുകൾ, പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ, അദ്ദേഹത്തെ എല്ലാവർക്കും നിരാശ തന്നെയാണ്. കാരണം വിജയ് അഭിനയിക്കുന്നില്ല, മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നും കാണാതെ ഈ കത്തിജ്വലിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അഭിനയ രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ സമയത്ത് തന്നെ അദ്ദേഹം അഭിനയം നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തിനോടുള്ള ഒരു വിയോജിപ്പ് എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. കാരണം പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര കണ്ട് അത് പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ എത്ര കണ്ട് ദോഷം ചെയ്യുമെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ, പഠിക്കാതെ അതിനെ എതിർക്കുന്ന ഒരു പറ്റം വിഡ്ഢികളുടെ കൂട്ടത്തിൽ ശ്രീ വിജയ് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബംഗ്ലാദേശിലും കറാച്ചിയിലും പാകിസ്ഥാൻ അടക്കമുള്ള അന്യ സ്ഥലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസര രാജ്യത്ത് ഉള്ള തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ട് ഒട്ടനവധി ആളുകൾക്ക് ഇവിടെ കുടുംബവും കുട്ടികളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ മതഭ്രാന്തന്മാരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നുഴഞ്ഞു കയറിയിട്ട് നമ്മുടെ സ്വന്തം രാജ്യത്തിനെ ഇവിടെ ബോംബ് വയ്ക്കാനും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാത്തതിന് അതിനെ അനുകൂലിക്കുകയാണ്. ഈ തീവ്രവാദികളെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നയമാണ് ചില രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കേരളമാവട്ടെ അല്ലെങ്കിൽ ബംഗാളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ തമിഴ്നാടും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയല്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം. സത്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഒരു മുസ്ലിമാനാവട്ടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാവട്ടെ ഒരു ഹിന്ദുവിനാവട്ടെ ആർക്കും ഒരു തരത്തിലും ദോഷമില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി. അതിനെ എതിരെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്
അതിനെ ഇളക്കി വിട്ട് പൊതു വഴികളിലെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയാണ് മത തീവ്രവാദികൾ അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ ഭ്രാന്തന്മാർ എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ശ്രീ വിജയ് അതിനെ തമിഴ്നാട്ടിൽ അത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു നരേന്ദ്രമോദി ഭക്തനല്ല. എങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായും ഈ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യുഗപുരുഷൻ തന്നെയാണ്. കാരണം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുൻ രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് പോലും ആർക്കും ചെയ്യാനാവാത്ത ഒട്ടനവധി സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾക്ക് വിസ്മരിക്കാൻ പാടില്ല. അത് ആരും ആയിക്കോട്ടെ, ഇദ്ദേഹം പോയിട്ട് രാഹുൽ ഗാന്ധി വന്നാൽ പോലും, അല്ലെങ്കിൽ തമിഴകത്തു നിന്ന് തന്നെ ചിലപ്പോൾ ശ്രീ വിജയ് തന്നെ നമുക്ക് പ്രധാനമന്ത്രിയാണ് ഈ വന്നാൽ പോലും നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന ഒന്നും ആരും ചെയ്യരുത്. അതിനെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് തീവ്രവാദിത ചിന്താഗതിയുള്ള രാഷ്ട്രീയ തീവ്രവാദികളും അല്ലെങ്കിൽ മത തീവ്രവാദികളും കൂടി ചേർന്ന് ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നത് തീവ്രവാദികൾക്ക് ശരിക്ക് വളക്കൂർ തന്നെയായിരിക്കും. അതിന് ഇട കൊടുക്കാതിരിക്കാൻ ശ്രീ വിജയ് അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ രജനികാന്ത് വന്നാൽ പോലും ഇത്തരം കാര്യങ്ങളിലെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ദേശ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഏതൊരു മതസ്ഥരും ഏത് രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ രാജ്യസ്നേഹം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഭാരത ഭൂമിയിൽ ജനിച്ച് വളർന്ന് ഭാരത ഭൂമിയെ വിണ്ടുകീറാതിരിക്കാൻ, അല്ലെങ്കിൽ അതിനെ മുറിച്ച് മാറ്റാതിരിക്കാനും അതിരുമാന്താതിരിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മുടെ ഈ കാവൽക്കാരെന്ന് പറയുന്നത് ഈ ഭാരത ഭൂമിയിൽ ഇന്നത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ട് തന്നെയാണ്. അതിലൊരു തർക്കം വേണ്ട. കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനിയുള്ള കള്ളന്മാരും കൊള്ളക്കാരുടെയും കൂട്ടായ്മയ്ക്കാണ് രൂപം കൊടുക്കുന്നത്. കാരണം അവർ വന്നാൽ മാത്രമേ ഇവിടെ എന്ത് തോന്നിയാസവും എന്ത് തീവ്രവാദവും നടത്താൻ വേണ്ടിയാണ് ഇവർ കൈകോർക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. കാരണം അങ്ങനെ കൈകോർത്ത് ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാകാതിരിക്കാനും നമ്മുടെ ഭാവി തലമുറയെ സുരക്ഷിതമാക്കാനും നമ്മൾ ഇന്നത്തെ ഗവൺമെൻറ്റിന് ഒരു കുറ്റവും കാണേണ്ടതില്ല. ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. അങ്ങനെ കുറ്റം പറയുന്നവരുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ കാലഘട്ടത്തിലുള്ള ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തു തന്നെയാവട്ടെ, ആ വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരും സുരക്ഷിതരായിരിക്കും, അതിലൊരു തർക്കം വേണ്ട. അതിന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ശ്രീ വിജയ് എന്ന് പറയുന്ന നമ്മുടെ തമിഴകത്തിലെ നമ്മുടെ ഇളയ ദളപതിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.